തമാശ ചിത്രങ്ങൾ ഒരുക്കി വിജയം കൈവരിച്ച സംവിധായകൻ സിദ്ദിഖ്. യുവതാരങ്ങളിൽ നന്നായി തന്നെ തമാശ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നടൻ ജയസൂര്യ. എല്ലാം മറന്ന് ചിരിക്കാമെന്ന് പ്രതീക്ഷയ്ക്ക് വക നൽകി ഫുക്രി തിയേറ്ററുകളിലെത്തി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടായ ലക്കി എന്ന യുവാവിൽ നിന്നുമാണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ജോലിയൊന്നുമില്ലാതെ നടക്കുന്ന സമയത്ത് നാട്ടിലെ ഉസ്മാൻ എന്ന വർക്ക്ഷോപ്പ് ഉടമയുടെ കൂടെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോവുകയും തുടർന്ന് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ലക്കിയുടെയും കൂട്ടുകാരുടെയും ശ്രമങ്ങളുമാണ് ചിത്രം പറയുന്നത്. ലക്കി എന്ന യുവാവിന്റെ വേഷം ജയസൂര്യ കൈകാര്യം ചെയ്തപ്പോൾ പ്രാധാന്യമുള്ള മറ്റൊരു വേഷത്തിൽ സിദ്ദിഖും വന്നു. പ്രയാഗ, അനു സിതാര എന്നിവരാണ് നായികാപക്ഷത്ത് വന്നത്. ലാൽ, ഭഗത്, ജോജു, KPS ലളിത, ജനാർദ്ദനൻ, കൃഷ്ണപ്രഭ തുടങ്ങിയവർ മറ്റു പ്രധാന വേഷങ്ങളിലെത്തി. വിജയ് ഉലകനാഥൻ ഛായാഗ്രഹണം നിർവഹിച്ചപ്പോൾ സംഗീതം കൈകാര്യം ചെയ്തത് ഗോപി സുന്ദർ, സുധി ബെളയിടം, വിശ്വജിത്ത് എന്നിവരാണ്. മലയാള സിനിമയിൽ കാലാകാലങ്ങളായി പരീക്ഷിച്ച് പലപ്പോഴും വിജയവും വൻ വിജയവുമായ നായകനും ശിങ്കിടികളുമുള്ള പശ്ചാത്തലത്തിൽ നിന്നും തന്നെയാണ് ഈ കഥയും തിരശ്ശീലയിൽ തെളിയുന്നത്. നിറങ്ങൾ നീരാടിയതെങ്കിലും കണ്ണിന് സുഖം തരുന്ന കാഴ്ചകളാണ് സിനിമയിലെ വലിയൊരു ആശ്വാസം. അത്യാവശ്യം മോശമല്ലാത്ത പശ്ചാത്തല സംഗീതവുമുണ്ട്. ഗാനങ്ങൾ വളരെ മോശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഭിനയത്തിന്റെ കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല എങ്കിൽ കൂടെ മുഷിപ്പിക്കാതെ കൂടെ നിർത്തിയത് ജോജു മാത്രമാണ്. അപ്പിയറൻസിൽ ഒരു അടാറ് ലുക്കുമായി സിദ്ദിഖ് വന്നെങ്കിലും മസിൽ പിടുത്തമല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ലക്കിയും ശിങ്കിടികളും നേരിടുന്ന പൊല്ലാപ്പുകളും ഓട്ടങ്ങളും ഇടയ്ക്ക് ചിരിക്കാൻ വക നൽകുന്നുണ്ട് എങ്കിലും പലയിടത്തും മുഷിപ്പ് മാത്രമാണ് സമ്മാനിക്കുന്നത്. മതവും മതകാര്യങ്ങളുമൊക്കെ സിനിമയിൽ വരുന്നുണ്ട് എങ്കിലും പറഞ്ഞാൽ പൊള്ളുന്ന കാലത്ത് അതൊക്കെയും രമ്യമായി തന്നെ ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താതെ സംവിധായകൻ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്നേഹത്തിന്റെ ഉപദേശങ്ങളുമുണ്ട്. അനാവശ്യമെന്ന് തോന്നിയ കുറേ രംഗങ്ങളും പ്രേക്ഷകനെ സിനിമയിൽ നിന്ന് അകറ്റുന്നുണ്ട്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനും പ്രശ്നങ്ങളിൽ പെടുന്നതും പണം ഉണ്ടാക്കാനുള്ള വലിയ ദ്രോഹങ്ങൾ ചെയ്യാത്ത പോക്കൃത്തരങ്ങളുമൊക്കെ ചേർന്ന ഒഴുക്കിൽ വേനലിൽ വറ്റിപ്പോയ പുഴയിലെ കല്ലുകൾ മാത്രമാണ് കൂടുതൽ എന്ന് മാത്രം. സമീപകാല പ്രകടനങ്ങളെ വീണ്ടും അനുസ്മരിപ്പിച്ച് സംവിധായകൻ തന്നെ എഴുതിയ കഥയിലെ മോശം അവതരണം. തമാശ പ്രതീക്ഷിച്ചു പോയാൽ മുൻപ് കണ്ട പല സിനിമകളുടെയും പശ്ചാത്തലത്തിൽ പുതിയ അഭിനേതാക്കൾ വന്ന അനുഭവം മാത്രം. വേഷം മാറൽ സിനിമകൾ ഇനി എത്ര കാലം ഇവിടെ തിയേറ്ററുകളിൽ തിമിർത്തോടുമെന്ന് കാത്തിരുന്ന് കാണാം. നേരം പോക്കിന്, വെറും നേരം പോക്കിന് ടിക്കറ്റ് എടുത്ത് കാണാം. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.